ഏതെങ്കിലും സ്റ്റേജുകൾ നിങ്ങൾ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ബാരിക്കേഡ് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ? ദുരന്തത്തെ ന്യായീകരിക്കണോ? പരിപാടി തുടങ്ങുന്നേക്കാൾ 1 മിനിറ്റ് മുമ്പ് പറയുകയാണ് ഇത് പെർമിഷൻ ഇല്ലാത്ത സ്റ്റേജാണ്, ഇതിലേക്ക് ആരും കയറരുതെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞൊന്നുമില്ലല്ലോ. അതിൽ ഒരു ഏകദേശം 50 പേര് വരുന്ന ഡാൻസ് ടീം ഫുൾ റിഹേഴ്സൽ കഴിഞ്ഞതാണ് ആ സ്റ്റേജ് 50 പേരും ഡാൻസ് കളിച്ച് ചാടി കളിച്ച്. കാരണം നിങ്ങൾ കാണാത്തൊരു വിഷ്വലുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഈ 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം മുഴുവൻ റിഹേഴ്സൽ ആ സ്റ്റേജും കഴിഞ്ഞതാണ്. ഈ പരിപാടി കഴിയുമ്പോൾ ഓരോരോ സെലിബ്രിറ്റി വെച്ചിട്ടുള്ള ഡാൻസുകൾ അതിലുണ്ട്. എന്തായാലും ആ അമ്മയ്ക്ക് പറ്റിയിട്ടുള്ള അപകടം അത് ഞങ്ങൾക്ക് ആരെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. പവർഫുൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പറച്ചിലിൻ്റെ ലെവൽ മാറും. ഇത്രയും വർഷമായിട്ട് എൻ്റെ പേരിൽ ഈവൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസും എൻ്റെ പേരിൽ. ഇനി ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഉണ്ടാവേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. അത് കൃത്യമായി പ്രിക്കോഷൻസ് എടുക്കണം. ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഭേദിക്കാൻ എറണാകുളം സ്റ്റേഡിയത്തിൽ നടന്ന പ്രോഗ്രാം വൻ ദുരന്തമായത് ഉമാ തോമസിൻ്റെ വീഴ്ചയോടെയാണ്. അവരിപ്പോൾ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ പോലീസ് കേസെടുത്ത ഓസ്കാർ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉടമ ജനീഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. അതായത് താങ്കളെപ്പോലുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പാവം MLA മുകളിൽ നിന്ന് 15 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നടത്താൻ പാടുണ്ടോ? ജനങ്ങളെയൊക്കെ കൊന്നുകൊണ്ട്. അല്ല, ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടിയും ഓർഗനൈസ് ചെയ്യുന്നില്ലല്ലോ. നമ്മളൊരു സംഘാടകർ ഒരു ഇത് പ്ലാൻ ചെയ്യുന്നു, ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് പ്ലാൻ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ആ വരുന്ന ആളുകൾക്ക് ഈ ഗിന്നസ് കിട്ടിയാൽ കയറാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ഉണ്ടാക്കുന്നു, അതിനൊരു സബ് സ്റ്റേജ് ഉണ്ടാക്കുന്നു. ആ സ്റ്റേജിൽ നിന്നാൽ അവർക്ക് ഈ ഗിന്നസ് കിട്ടിയതിന് ശേഷമുള്ള ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയുള്ള സബ് സ്റ്റേജും. ഏകദേശം ഒരു 50 അടി ബൈ 20 അടി വലുപ്പമുള്ളൊരു സ്റ്റേജ്. സബ് സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ 50 ബൈ 8 അടി വീതിയുള്ള സബ് സ്റ്റേജാണ്. അപ്പോൾ അങ്ങനൊരു ഇതുണ്ടാക്കി. പിന്നെ ഈ സ്റ്റേജിലത്തെ പരിപാടി എന്ന് പറയുന്നത് പോലും ശരിക്കും ഇതിലത്തെ ഒരു മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ഏറ്റവും ലാസ്റ്റ് ഈവൻ ഈ പരിപാടിയിൽ ഇന്ന സംഘാടകരായിട്ട് അവരെ VIP കൊണ്ടുവരുന്നു എന്ന് പറയുന്ന കാര്യം പോലും ഞാൻ അറിയുന്നത് ഉച്ചയ്ക്ക് MC-യുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ്. MC പറയുന്ന കോമ്പയർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന MC-ക്ക് വേണ്ടി ഞങ്ങൾ ക്യൂ ഉണ്ടാക്കുന്ന സമയത്ത് ആണ് ഇത്രയും VIP വരുന്നു എന്നുള്ളതിനെ അറിയുന്നത്. ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ 12,000 പേര് പങ്കെടുക്കുന്ന ഒരു ഗിന്നസ് അറ്റംപ്റ്റ് ആണ്. അത് അതിന് വേണ്ടി വരുന്ന ആളുകൾ 12,000 കുട്ടികൾ വരും. ചെറിയ കുട്ടികളുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളോട്. പുറമെ പാരൻസ് വരാം, ആ പാരൻസിന് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴാണ് ഈ കല്ലൂർ സ്റ്റേഡിയം പോലത്തെ ഒരു സ്റ്റേഡിയത്തിലേക്ക് മാറാൻ തന്നെ കാരണം. ഇത്രയും പേരും അവരുടെ പാരൻസ് എന്തായാലും ചെറിയ കുട്ടികളായതുകൊണ്ട് പാരൻസ് ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്റ്റേഡിയത്തിലേക്ക് തന്നെ പോയത്. കാരണം സ്റ്റേഡിയം എടുക്കാനുള്ള റെൻറ്റും അതിൻ്റെ പ്രൊസീഡിങ്സും ഭയങ്കര വലുതായതുകൊണ്ട് അവർ പക്ഷേ അതിൻ്റെ പിന്നാലെ പോയി അത് സംഘടിപ്പിച്ച് വന്നപ്പോൾ അതിൽ കൃത്യമായി ഞങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി എവിടെയാണ് വരിക? സ്റ്റേജിൽ ഇരിക്കുന്ന 7 പേർക്കല്ല കാഷ്വാലിറ്റി. നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോൾ 12,000 കുട്ടികൾ ഉള്ളിലേക്ക് വരുന്നു, 25,000-നും മേലുള്ള പാരൻസ് വരുന്നു. ഇവർക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ കുട്ടികളെ മിസ്സാവാതെ അവർക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ഗിന്നസ്. അതിനുള്ള ഒരുക്കങ്ങൾ കൃത്യമായി ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു അപകടം ഉണ്ടാവാൻ വേണ്ടി ആരും ഒരു സെറ്റപ്പും ചെയ്യില്ല. ഒരു എന്താ പറയുക, ക്രൂവൽ ഇതോട് കൂടിയിട്ട് കുറേ പേർക്ക് അപകടം ഉണ്ടാവാൻ വേണ്ടി ആരെങ്കിലും ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷേ അവിടെ നമുക്ക് പ്രഥമദൃഷ്ട്യാ തന്നെ കാണാൻ ഒരു നാട കെട്ടിയിരിക്കുന്നു വലിയൊരു സ്റ്റേജിന് മുകളിൽ, പൊക്കത്തുള്ള സ്റ്റേജിന് മുകളിൽ. അത് കാല് തെറ്റിയാൽ 14-15 അടി താഴേക്കാണ് പതിച്ചാൽ ജീവൻ ഉണ്ടാവില്ല. ഇതിപ്പം ജീവൻ ഉണ്ടായത് മഹാഭാഗ്യം, അവർക്കൊരു ദൈവാധീനം ഉള്ളത് കൊണ്ടായിരിക്കാൻ രക്ഷപ്പെട്ടത്. ഏത് കൊച്ചു കുട്ടികൾക്ക് അവർ വീഴുന്ന് കണ്ടറിഞ്ഞൂടെ? ആ നാടയിൽ പിടിക്കുമ്പോൾ ഒരു ബലമുള്ള ഒന്നുമല്ല, ഒരു സ്റ്റേജിന് വേണ്ടതായ ഒരു ഒന്നും സജ്ജീകരിക്കാതെയാണ് സ്റ്റേജ് കെട്ടിയത് എന്നുള്ളത്. ഏതെങ്കിലും ഞാൻ ഇതുവരെ ഒരു കൗണ്ടറിന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും സ്റ്റേജുകൾ നിങ്ങൾ പുറത്ത്, അതായത് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ബാരിക്കേഡ് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റേജ് നിങ്ങൾ ഇപ്പോൾ ഇത്ര മീഡിയ നിൽക്കുന്നു, ഇത് കോൺട്രവേഴ്സി ഒക്കെ കഴിഞ്ഞു, അപ്പുറത്ത് നിൽക്കുന്ന മീഡിയയ്ക്ക് വേണ്ടി പ്ലാറ്റ്ഫോം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 32/16 2 സ്റ്റേജുകൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടും. ഇതിനും ബാരിക്കേഡ് ഇല്ലല്ലോ.
അത് കൃത്യമായി എന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ, താഴെ ഇരിക്കുന്ന ആളുകൾക്ക് VIP കാണാനും VIP പരിപാടി കാണാനും വേണ്ടിയിട്ടാണ് ഫ്രണ്ട് എല്ലായ്പ്പോഴും ഒഴിച്ചിടുക. ഇരിക്കുന്ന ഒരു 4 അടി ഹൈറ്റിലുള്ള ഒരു ബാരിക്കേഡ് വന്നാൽ ഈ ഇരിക്കുന്ന ആളുകളും ഫേസ് മുഴുവൻ കവറായി പോകും. ഞാൻ ഇതുവരെ, അതായത് ഗാലറി ആയിട്ട് പരിപാടി കാണാൻ നിൽക്കുന്ന സ്ഥലത്തല്ലാതെ ഞാനൊരു സ്ഥലത്തും സ്റ്റേജിൽ ഇങ്ങനെ ഒരു പൈപ്പ് വെച്ച് കണ്ടിട്ടില്ല. അതായത് 14 അടി ഉയരത്തിൽ ഒരു നിമിഷം ഒന്ന് കാല് തെറ്റിയാൽ താഴേക്ക് പതിക്കുമെന്നുള്ള ഒരവസ്ഥയിൽ അവർക്ക് കൃത്യമായി പിടിക്കാനുള്ള, അതിനുള്ള മുന്നിൽ സ്ഥലമില്ല, തീരെ സ്ഥലമില്ല, മുന്നിലേക്കൊന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ല. ആ സ്ഥലത്ത് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ വീഴുമെന്നുള്ള തെളിവല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിൽ 2 കാര്യമുള്ളത്. ആ ദുരന്തത്തെ ന്യായീകരിക്കണോ? ഒരിക്കലും ന്യായീകരിക്കുകയല്ല. നമ്മൾ ആ സ്റ്റേജിനെ ഒരിക്കലും VIP ഇരിക്കാനുള്ള സ്റ്റേജായിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയത് കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിലവിളക്ക് താഴെ കത്തിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ ഗസ്റ്റുകളും താഴെ വന്ന് നിലവിളക്ക് കത്തിച്ച് ഈ പരിപാടി തുടങ്ങുമ്പോൾ മെയിൻ സ്റ്റേജിലേക്ക് കയറണം. അപ്പോൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഇവരുടെ പ്ലാൻ പ്രകാരം കുറേ ആർട്ടിസ്റ്റുകളെ നിർത്തിയിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റുകൾ ഫ്രണ്ടിൽ വന്ന് കേരള സ്റ്റൈലിൽ നിൽക്കാൻ വേണ്ടി ബാക്ക് സ്റ്റേജും നിലവിളക്ക് ദിവ്യോണിയുടെ അടുത്ത് കത്തിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഇത് പറ്റില്ല എന്ന് പറയുന്ന GCDAയുടെ ഭാഗത്തുനിന്ന് മറ്റേ ഗ്രൗണ്ട് എടുത്തിട്ടുള്ള സെക്യൂരിറ്റി വിങ്ങാണ് പറയുന്നത്. അപ്പോൾ അത്രയും പോലും നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു നിലവിളക്ക് പോലും അവിടെ വെക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ ഉള്ള ആളുകൾ അവിടെ ഇത്രയും വലിയ സ്റ്റേജ് അടിച്ചത് ഒന്നും ചെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് അവർ പറഞ്ഞത് അവർ സുരക്ഷാ പരിശോധനയ്ക്ക് വന്നപ്പോൾ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല, പിന്നീട് വന്ന് സ്റ്റേജ് കെട്ടിയതാണ് രാത്രി. ഒരു സുരക്ഷാ സന്നാഹവും ഇല്ലാതെ സ്റ്റേജ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, അവിടെയാണ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. കാരണം ആരെങ്കിലും എത്തിക്ക് തട്ടുന്ന ആ ഇഗ്നോറൻസ് അവിടെയാണ്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിലവിളക്ക് വെക്കാൻ പെർമിഷൻ തരില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇത്രയും വലുപ്പമുള്ള സ്റ്റേജും ഇത്രയും വലുപ്പമുള്ള സൗണ്ടും ലൈറ്റ് ഡ്രസ്സും LED ബോളും അടക്കം എല്ലാ സംവിധാനവും ഒരുക്കിയിട്ട് അവർ കണ്ടില്ല എന്ന് പറയുമ്പോൾ ആ കണ്ടില്ല എന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു തെറ്റ്. ചന്ദ്രൻപിള്ള പറഞ്ഞത് ഞങ്ങൾ സ്റ്റേഡിയം കൊടുത്തു, അതിനുള്ള എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം എന്ന് ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ പാലിക്കേണ്ടത് ഏറ്റെടുത്ത ആളുകളാണ്, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അവർ ഗൈഡ് ലൈൻ ഞാൻ കണ്ടിട്ടില്ല. ഗൈഡ് ലൈൻ കാരണം എന്താ വെച്ചാൽ ആ പെർമിഷൻ പോയ ആൾ ഞാനല്ല. കൃത്യമായൊരു ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ ഗൈഡ് ലൈൻ സൂപ്പർവിഷൻ ചെയ്യേണ്ടത് ആരാണ്? വേണ്ട, ആ പരിപാടി തുടങ്ങുന്നേക്കാൾ 1 മിനിറ്റ് മുമ്പ് പറയുകയാണ് ഇത് പെർമിഷൻ ഇല്ലാത്ത സ്റ്റേജാണ്, ഇതിലേക്ക് ആരും കയറരുതെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞൊന്നുമില്ലല്ലോ. ഇത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? ഞങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒരു ഇവൻറ്റ് മാനേജർ ഞങ്ങളവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഞങ്ങളോട് പറഞ്ഞ പ്രകാരം സ്റ്റേജിൻ്റെ മേലെ ഇന്ന സ്റ്റേജ് വേണമെന്ന് ക്ലയൻറ്റ് ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ചെയ്യാനേ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആ സ്റ്റേജിൽ MLAനെ കയറ്റരുത്, MLAക്ക് അല്ലെങ്കിൽ മിനിസ്റ്ററെ കയറ്റരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് എന്ത് റൈറ്റ്സാണ് ഉള്ളത്? പക്ഷേ അവർ തന്ന നോംസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്തത് കൊണ്ടല്ലേ താങ്കൾക്കെതിരെ അടക്കം കേസ്? അല്ല, അതാ പറഞ്ഞ ആ നോംസ് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല, സംഘാടകർ കണ്ടിട്ടില്ല. താങ്കളുടെ ഉത്തരവാദിത്തം എന്താണ്? താങ്കൾക്കെതിരെ എന്തിനാണ് കേസ് എടുത്തത്? അതാണ് എനിക്കും അറിയാത്തത്. അതായത് ഒരു പണി നടന്നപ്പോൾ ഒരു ഇവൻറ്റ് മാനേജർ എന്ന നിലയ്ക്ക് അതിലുള്ള എല്ലാവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിൽ ഭാഗമാണ് നമ്മൾക്ക്. പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് PPR മറ്റേ ലൈസൻസിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ്റെ ഒരു സ്റ്റാഫിനെ അവർ സസ്പെൻഡ് ചെയ്തത്? ഇതേപോലെ അവിടെ നിൽക്കുന്ന ഓരോ സെക്യൂരിറ്റിക്കാരനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ആളുകൾക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഫയർഫോഴ്സിനും എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമില്ലേ? അപ്പോൾ അത് കുറച്ച് പേരിലേക്ക് മാത്രമായി, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് മാറുമ്പോൾ നാളെയും ഇത് സംഭവിക്കും. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന് കൃത്യമായൊരു മാനദണ്ഡം ഉണ്ടാവണം. ഇത് ഒരു പബ്ലിക് ഇവൻ്റ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കൃത്യമായി പാലിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഇപ്പോൾ അങ്ങനെ ഒരു പാലിക്കേണ്ട മാനദണ്ഡങ്ങളുടെ ഒരു അതോറിറ്റി ഇല്ലേ? ഉണ്ടെന്ന് ചോദിച്ചാൽ കോർപ്പറേഷനാണ് ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി. PPR ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ടത് കോർപ്പറേഷനാണ്. ഈ PPR ലൈസൻസ് കിട്ടണമെങ്കിൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു ലിസ്റ്റ് ഓഫ് ആ ലിസ്റ്റ് ഓഫ് ഒരു 15-18 ഇനം ഐറ്റംസ് ഉണ്ടെങ്കിൽ PPR കിട്ടുള്ളൂ. പക്ഷേ PPR ലൈസൻസ് ആവശ്യമാണ് എന്നുള്ള കാര്യം പോലും പലപ്പോഴും പല സംഘാടകർക്കും അറിയില്ല. നമ്മളത് ഈ വിഷയത്തിലല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ കൃത്യമായി ഇത് ഗ്രൗണ്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായി PPR എടുക്കണമെന്നും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എടുത്താലാണ് ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് ഓഫ് പെർമിഷൻ കിട്ടുള്ളൂ എന്നോ അല്ലെങ്കിൽ പോലീസിലേക്ക് പോകുമ്പോൾ
പെർമിഷൻ കഴിഞ്ഞാൽ സൗണ്ട് ഇതിൽ കുറച്ച് ടെക്നിക്കാലിറ്റികളുണ്ട്. ഒന്ന് കിട്ടിയാലേ വേറെ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കിട്ടേണ്ട പേപ്പർ ഏതാണ്? ഇപ്പോൾ സൗണ്ട് പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് PPR പോകാൻ പറ്റുള്ളൂ. സൗണ്ട് പെർമിഷൻ കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ഫയർഫോഴ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്നത് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നതായിരിക്കും സൗണ്ട് പെർമിഷൻ. അപ്പോൾ ഇതൊക്കെ കൂടി കിട്ടിയിട്ടല്ലേ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം കിട്ടേണ്ടത് ആദ്യം കിട്ടിയിട്ട് വരണം. അപ്പോൾ അതിനൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി ഈ പറയുന്ന ഒരു ഫോളോ അപ്പ് നമുക്ക് നടത്തി കൃത്യമായി അതിനൊരു ലൈസൻസ് സംവിധാനം ഉണ്ടാവും. കൃത്യമായി ഇതൊക്കെ എവിടെയൊക്കെ ഇവൻ്റ് നടക്കണു എന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാൻ കഴിയും. ഒരു നേരത്തെ പലപ്പോഴും പറഞ്ഞു ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അറിയാതെ താങ്കളുടെ അതായത് ഓസ്കാർ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു? താങ്കളാണല്ലോ അതിന് പ്രതികരിക്കുന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട സംവിധാനം, ബാരിക്കേഡിങ്, അതായത് കുട്ടികൾ വരുന്ന സ്ഥലത്തുള്ള ബാരിക്കേഡ് ചെയ്യണം. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അവിടേക്കുള്ള കുട്ടികൾ കടന്നു പോകാനുള്ള ക്യൂ സെറ്റ് ചെയ്യണം. അതിലേക്കുള്ള സൗണ്ട്, ലൈറ്റ്, ജനറേറ്റർ, മറ്റേ അതിൻ്റെ ഇൻസ്പെക്ഷൻ, പിന്നെ സ്റ്റേജിലേക്ക് വരുന്ന നിലവിളക്ക്, അതിലിരിക്കാനുള്ള ചെയർ, അങ്ങനെ കൃത്യമായി നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. കൊടുത്ത കൊട്ടേഷനിൽ ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് പോലും അവരോ ഞങ്ങളോ എഴുതിയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഇന്ന കാര്യങ്ങൾ, അതായത് ഫ്രണ്ടിൽ ഇത്രയും ഹൈറ്റുള്ള സ്റ്റീൽ ബാരിക്കേഡ് വേണമെന്നോ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കൊട്ടേഷനിലും ഇല്ല. കാരണം നോർമൽ സിനാരിയോയിൽ അത് വരാറില്ല. ഈ സബ് സ്റ്റേജ് പോലും വരുന്നത് 2 ദിവസം മുന്നെയാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ കൊട്ടേഷൻ നോക്കിയാൽ അറിയാം. മെയിൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ മെയിൻ സ്റ്റേജ് മാത്രമാണ് നമ്മുടെ ക്രൈറ്റീരിയ. അതിൻ്റെ താഴെയുള്ള സ്ഥലത്ത് നിലത്തിരുന്നാൽ ആളുകൾക്ക് വിസിബിൾ അല്ല. പിന്നീടാണ് പറയുന്നത് ഇത്ര പേർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. ആ ഗോൾഡ് കോയിൻ കൊടുക്കാൻ അപ്പോൾ അവർക്കൊരു സ്റ്റേജ്. അപ്പോൾ നമ്മളോട് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്താ, അങ്ങനെയാണെങ്കിൽ ഒരു സബ് സ്റ്റേജ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് അവർ പറഞ്ഞു, അവർ ഓക്കെ പറഞ്ഞു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓക്കെ ഞങ്ങൾ റെസ്പോൺസിബിൾ ആവാം. എവിടെയാണ് ഞാൻ ചെയ്തൊരു കാര്യം വീണു, സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, സൗണ്ട് വെച്ചത് തലയിൽ വീണു, അല്ലെങ്കിൽ LED ബോൾ വെച്ചത് തലയിൽ വീണു, അല്ലെങ്കിൽ വർക്ക് ചെയ്തില്ല. ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ എടുക്കുന്നു. ഞങ്ങൾ മേടിക്കുന്നത് 10% സർവീസ് ചാർജാണ്. ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഇതൊന്നും നമ്മുടെ സ്വന്തമായിരിക്കില്ല. നമ്മൾ എടുക്കുന്ന ഒരു കോൺട്രാക്ടർ, ഒരു ആർക്കിടെക്റ്റിൻ്റെയോ ഒരു എഞ്ചിനീയറുടെ റോളാണ് ഒരു ഇവൻറ്റ് മാനേജർക്ക് ഒരു ഇൻഡസ്ട്രിയിലുള്ളത്. താങ്കൾ ഗ്രൗണ്ടിലുള്ള നർത്തകികളുമായി ബന്ധപ്പെട്ട 12,500ഓളം വരുന്ന നർത്തകികളെ കൺട്രോൾ ചെയ്യുന്ന, കൃത്യമായി നടത്തിക്കുന്ന സംവിധാനമാണ് താങ്കൾക്കുണ്ടായിരുന്നത്. അതെ. താങ്കൾക്ക് സ്റ്റേജുമായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല, സ്റ്റേജുമായിട്ട് ബന്ധമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സ്റ്റേജിൽ നടക്കുന്ന ആക്ടിവിറ്റികൾ, അതിൽ ഡാൻസ്, പക്ഷേ നിർമ്മാണവുമായിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ കൊട്ടേഷൻ എൻ്റെ ഇതിലാണ് വരുന്നത്. ഞാൻ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള ബെന്നി എന്ന് പറയുന്ന താങ്കൾക്കല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിപ്പോൾ പ്രതിയായിട്ടിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ആ സ്റ്റേജ് കെട്ടിയതിൻ്റെ ബലം നോക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്. തീർച്ചയായിട്ടും അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴരുത് എന്നുള്ളത് എൻ്റെ കൺസേൺ ആയിരിക്കും, എൻ്റെ ഉത്തരവാദിത്തമായിട്ടും വരും. അതിൻ്റെ അപ്പുറത്തേക്ക് അതും സ്റ്റേജ് കെട്ടി ഏറ്റവും ലാസ്റ്റാണ് നമ്മളെ ക്യൂ മാനേജർ കൊണ്ട് വെക്കുന്നത്. അത് നിങ്ങൾക്ക് സ്റ്റേജ് കണ്ടാൽ പോലും അറിയാം. 8 അടി ബൈ 56 അടി വലിപ്പമുള്ള ഒരു സ്ഥലത്ത് 7 പേർക്ക് ഇരിക്കാൻ മോർ ദാൻ ഇനഫാണ് സ്പേസ്. അതിൽ പിന്നീട് ആ സ്പേസ് വെച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ 7 പേർക്കാണ് ഇരിക്കാൻ അവർ നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഇതിൽ ഒരു 50 പേരുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ട് പറയും സാർ അതിൽ 50 പേര് കയറില്ല, കൊള്ളരുത്, അതിൽ കയറരുത് നമുക്ക് പറയാൻ പറ്റും. 7 പേർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് ഇപ്പോൾ സബ് സ്റ്റേജാണ് ഫോട്ടോ എടുക്കാണ്ടെന്ന് പറഞ്ഞാൽ പോലെ 7 പേർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വേറെ തെറ്റ് കണ്ടിട്ടില്ലാന്ന്. തെറ്റുണ്ടെങ്കിൽ പോലും 50 പേര് കയറിയാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും 50 പേർക്ക് കയറാനുള്ള സ്റ്റേജ് ബലമില്ല എന്ന് പറയാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, കയറരുത്, ബലമായിട്ട് മാറ്റിയെടുത്താൻ പറ്റില്ല, കാരണം ഒരു നിങ്ങൾക്ക് കാശ് തന്നിട്ടുള്ളതല്ലേ ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല. അത് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്? ഒരു ജനപ്രതിനിധി സ്റ്റേജിൽ കയറുന്നു, MP കയറുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ കയറുന്നു, എല്ലാവരും കയറുന്നു. ഈ കയറുന്ന ആളുകൾക്ക് കയറുമ്പോൾ തോന്നുകയാണ് ഇതിലൊരു സെക്യൂരിറ്റി, കാരണം വലിയ സ്റ്റേജ് ബാക്കിൽ കിടക്കുന്നുണ്ട്. അവർക്ക് അപ്പോൾ പറയാണ് ഇത് സേഫ്റ്റി അല്ല, നമുക്ക് ബാക്കിലത്തെ സ്റ്റേജിൽ ഇരിക്കാം എന്നാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇതുണ്ടാവും. പക്ഷെ അവരല്ലല്ലോ പറയേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടതും. അങ്ങനല്ല, സേഫ്റ്റി മെഷർ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു വഞ്ചിയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ചെറിയ പലകിട്ടിട്ടുണ്ട്. ആ പലകിട്ട് നടക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് പറയും, സോറി ട്ടോ എനിക്ക് ഇതിൽ കൂടെ കിടക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒരു മനുഷ്യൻ പറയും. അപ്പോൾ അതിൽ ആ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അവർക്ക് അപ്പോൾ തോന്നിയിട്ടില്ല ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് വയ്ക്കുക. ഈ സേഫ്റ്റിയുടെ പ്രോബ്ലം അവിടെ ഇല്ല.